അതായത് കൗൺസിലേറ്റ് ഇപ്പൊ FOC എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇവര് പറയുന്നുണ്ട് നമ്മൾ ഈ ബോഡിയുടെ അതേ ബില്ല് കൊണ്ടുപോയിട്ട് കൗൺസിലേറ്റിൽ കൊണ്ടുപോയിട്ട് ഈ പൈസ നമ്മൾ ഇതാക്കുന്നു എന്ന് പറയുന്നുണ്ട്, തിരിച്ച് റീപ്ലേസ്മെന്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ ഗവൺമെന്റ് ആണ്, ഇന്ത്യൻ ഗവൺമെന്റിന്റെ തന്നെയുള്ള നമ്മുടെ UAE കൗൺസിലേറ്റ് അല്ലെങ്കിൽ അബുദാബി എംബസി, ഇവരുടെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഫണ്ട് ഉണ്ട്. ആ ഫണ്ട് എന്തിലേക്കുള്ളതാണ്? ആർക്കാണ് ആ ഫണ്ടിന്റെ അർഹതപ്പെട്ടവർ? ഇപ്പൊ ഒരാള് ഇവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു, ആ കമ്പനിയിൽ നിന്നും അയാൾ അബ്സ്കോണ്ട് ആയിരുന്ന ആൾ ചാടിപ്പോയല്ലോ. ആ ചാടിപ്പോയ സ്ഥിതിക്ക് കമ്പനി അബ്സ്കോണ്ടിങ് കിട്ടണം. അബ്സ്കോണ്ടിങ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ കമ്പനിക്ക് അയാളുടെ മേലെ യാതൊരു ഉത്തരവാദിത്വം ഇല്ല. അങ്ങനെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ കമ്പനി കമ്പനി എന്ത് ചെയ്യും? ഓക്കെ, ഞങ്ങൾ ആ ബോഡി ഏറ്റെടുക്കുക, ഞങ്ങൾ ഓൾറെഡി അബ്സ്കോണ്ടിങ് കിട്ടുന്നത് നിർബന്ധമായ തർക്കം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൗൺസിലേറ്റ് ആ ബോഡി ഫ്രീ ആക്കിയിട്ട് വിടും. അതേപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ഒരാൾ വിസിറ്റ് വിസയിൽ ജോലി അന്വേഷിച്ച് വന്നു, അതായത് ജോലിക്ക് അന്വേഷിച്ചത്, ദുബായ് കാണാനല്ല, ജോലി അന്വേഷിച്ചിട്ടാണ് ഇവിടെ വന്ന് അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെ ബോഡി നാട്ടിലേക്ക് വിട്ടുകൊടുക്കാൻ കൗൺസിലേറ്റ് ബാധ്യസ്ഥരാണ്. അത് എങ്ങനെ? ആ കൗൺസിലേറ്റ് നിർബന്ധമായിട്ടുള്ള രേഖകൾ വേണം. ഒന്ന്, നാട്ടിൽ നിന്ന് നമ്മൾ ഈ മരിച്ച പവർ ഓഫ് അറ്റോർണി അടിക്കുന്നതോട് കൂടി തന്നെ എഴുതണം, എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ മകൻ ജോലി അന്വേഷിച്ചു പോയതാണ്, അതല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ചാടി നിൽക്കുന്ന ആളാണ്, അയാളായിരുന്നു ഞങ്ങളുടെ വരുമാന മാർഗം, അയാളുടെ ബോഡി ഇപ്പം ഞങ്ങൾക്ക് നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനമായി കാണാൻ എത്തിച്ചു തരണം. അതിന് വേണ്ടിയിട്ട് അയാളുടെ ബോഡി എല്ലാ ചെലവും കൗൺസിലേറ്റ് ഏറ്റെടുത്ത് ഇതാക്കി തരണമെന്നുള്ള ഒരു ലെറ്റർ എഴുതണം. ആ ലെറ്ററിന്റെ കൂടെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് തയ്യാറാക്കണം, വരുമാന സർട്ടിഫിക്കറ്റ്. ഇവർക്ക് വരുമാനം ഇത്രേ ഉള്ളൂ, ഇവർ പാവപ്പെട്ട കുടുംബമാണെന്നോട്ട് പഞ്ചായത്തിലെ പ്രസിഡന്റ് ലെറ്റർ വേണം. അതുകൂടാതെ അവരുടെ ഒരു 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമാണ് കൗൺസിലേറ്റിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൗൺസിലേറ്റിലെ 4 ഓഫീസർമാരെ അത് ജെന്യൂനിറ്റി അത് ഉറപ്പാക്കി അവർ അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബോഡി വിടാൻ പറ്റുള്ളൂ. ഏകദേശം ആ ഒരു പ്രൊസീജിയർ 2-3 ദിവസം പിടിക്കും ആ അപ്രൂവൽ കിട്ടാൻ. അങ്ങനെ അപ്രൂവൽ കിട്ടിയാൽ അവർ എയർലൈൻസിലേക്ക് ലെറ്റർ കൊടുക്കും ഈ ബോഡി ഫ്രീ ആക്കിയിട്ട് വിടാൻ. ബാക്കി ആരാണോ ആ വ്യക്തി ചെയ്യുന്ന, ആ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, അയാളുടെ പേരിൽ അയാൾ കൊണ്ടുപോയിട്ട് പേയ്മെന്റ് ചെയ്യണം. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് ബില്ല് കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് കൗൺസിലേറ്റ് ആ പൈസ റീഫണ്ട് കൊടുക്കുള്ളൂ. പക്ഷെ അതിന്റെ നിബന്ധനകൾ എങ്ങനെയാണ്? ഒന്ന്, ഫാമിലി 100% അറിഞ്ഞിരിക്കണം, ഫാമിലിന്റെ പിന്നെ സ്റ്റാമ്പ് പേപ്പറിൽ, മുദ്ര പേപ്പറിൽ, ലെറ്ററിൽ അവർ എഴുതിയിരിക്കണം. അതുകൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ലെറ്റർ വേണം, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം. ഇത് 3 വേണം. ഇത് 3 ഇല്ലാതെ എങ്ങനെയാണ് കൗൺസിലേറ്റിൽ നിന്ന് ഈ പൈസ നമ്മളെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ അല്ലെങ്കിൽ ശവന്തീനികൾ അടിച്ചു മാറ്റണം എന്ന് ഈ ഒരു വ്യക്തി പറയാനുണ്ടായ കാരണങ്ങൾ ഒന്ന് തെളിയിക്കണം. ഇത് കൗൺസിലേറ്റിൽ പോയിട്ട് ഈ വ്യക്തി ഇതിന്റെ കറക്റ്റ് രേഖകൾ എടുത്ത്, അതല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങളെടുത്ത് ഇതിന്റെ യഥാർത്ഥം പുറത്തേക്ക് കൊണ്ടുവരണം. ആള് തന്നെ കൗൺസിലിന്റെ നമ്പർ എഴുതിയിട്ടുണ്ടല്ലോ, അതിൽ വിളിച്ച് ചോദിക്കണം, നിങ്ങൾ ഇങ്ങനെ FOC കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ കൊടുക്കുമോ, അല്ലെങ്കിൽ അതിന്റെ ഉള്ള പ്രൊസീജിയർ എന്താണെന്നൊക്കെ കറക്റ്റ് ചോദിക്കണം.